തൃശ്ശൂരാര് ആകെ അസ്വസ്ഥരാണ്. പിന്നല്ലാണ്ട് ഞങ്ങളുടെ എംപിനെ കാണാണ്ടായ പിന്നെ അസ്വസ്ഥരാവില്ലേ? സുരേഷ് ഗോപിജി മടങ്ങി വരൂ, ഇവിടെ ആകെ പ്രശ്ന. മകനെ മടങ്ങി വരൂ. MP ഇവിടെ ഇല്ലെന്നല്ലേ ഉള്ളൂ, ചിലപ്പോ അവിടെ ഉണ്ടാവും കേന്ദ്രത്തില്. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് വരെ എത്തി. അപ്പൊ അവിടെ അതിനേക്കാളും വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ വിഷയത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്ന് വൻ പ്രതിഷേധം. അവിടെ നിന്നാ സേഫ് അല്ല, നമുക്ക് തൃശ്ശൂർക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീമാരും ടീമും തൃശ്ശൂർക്ക് പോയി. അപ്പൊ ദേ പിടിച്ചതിനും വലിയതാണ് ആളേല്. തൃശ്ശൂരിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട്. ആ നഗ്ന സത്യം എല്ലാവരും കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിന്റെയും കൂടി പശ്ചാത്തലത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർത്ത് സംബന്ധിച്ച കാര്യത്തിൽ സമഗ്രമായൊരു അന്വേഷണം വളരെ ആവശ്യമായിട്ടൊരു കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനിയന്റെ കുടുംബവും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർക്കുകയും പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് മാറിപ്പോകുകയും ചെയ്യാം. തൃശ്ശൂര് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ അടവുകള പുറത്തെടുത്തത്. വേറെ എവിടേക്കോ കിടന്നിരുന്ന കുടുംബക്കാരെ എല്ലാം തൃശ്ശൂര് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പെട്ടിങ്ങിടക്കി എടുത്ത് അപ്പൊ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ വെറും ക്യാമനല്ല ബഹുക്യാമനാണ്. തോറ്റാൽ തോൽവി സമ്മതിക്കണം, അതാണ് മര്യാദ. സുനിൽകുമാർ തോറ്റുപോയി എന്ന് ഇനിയെങ്കിലും അദ്ദേഹം സ്വയം ബോധ്യപ്പെടണം. കോൺഗ്രസുകാർ തോറ്റുപോയി എന്ന് ബോധ്യപ്പെടണം. ശരി, VS സുനിൽകുമാറും K മുരളീധരനും തൃശ്ശൂരിൽ തോറ്റു. കുടുംബക്കാരെ വോട്ട് ചേർത്തത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ആയിരിക്കാം, അതും മാറ്റി നിർത്ത്. തൃശ്ശൂരിൽ എല്ലാരും നിങ്ങളുടെ കുടുംബക്കാരല്ലല്ലോ അല്ലേ? അല്ല, പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്ക് മൊത്തത്തോടൊരു കൺഫ്യൂഷൻ ആണ്. സ്ഥലത്ത് താമസമില്ലാത്തവരെ താമസമുണ്ട് എന്ന് കാണിച്ച് ഏതെങ്കിലും ഒരു വീടിൽ അല്ലെങ്കിൽ ഫ്ളാറ്റുകളിൽ വോട്ട് ചേർത്തുക എന്നുള്ളതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അമ്പടാ, കൊള്ളാലോ കളി. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നാണല്ലോ നമ്മൾ പറയാറ്. ആ ഒരു ഇത് വെച്ച് ഒഴിഞ്ഞു കിടന്ന എല്ലാ ഫ്ലാറ്റും എല്ലാ വീടും കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ചേർത്തു. എങ്ങനെയുണ്ട് നമ്മുടെ ജീമാരുടെ ഐഡിയ? സൂപ്പർ അല്ലേ? 6 പേരുടെ വോട്ട് ഈ ഫ്ലാറ്റിന്റെ ഇതിൽ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിലെ ആൾക്കാരും ഞങ്ങൾ അറിയുന്നതല്ല, ഞങ്ങളുടെ ബന്ധുക്കളും അല്ല, ആരുമല്ല. ശരി, സ്വന്തം അഡ്രസ്സിൽ വന്നിട്ടുള്ള ആ ലിസ്റ്റില് ഒരാളെ ഞങ്ങൾക്ക് അറിയില്ലെന്നാണ് ആ ചേച്ചി പറയുന്നത്. പിന്നെ എങ്ങനെയാ ജീമാരെ ആ അഡ്രസ് നിങ്ങളുടെ ലിസ്റ്റിൽ വന്നത്? അതിലെന്തെങ്കിലും വിശദീകരണം തരാനുണ്ടോ? തൃശ്ശൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷങ്ങളിൽ ഒന്നായിട്ടുള്ള 75,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചത്. അതെ, അതിൽ 65,000 വോട്ടും നിങ്ങൾ പുതിയതായിട്ട് ചേർത്തതായിരിക്കും അല്ലേ? വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. നമ്മുടെ തൃശ്ശൂരും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്നറിഞ്ഞപ്പോ രാഷ്ട്രീയക്കാർ മാത്രമല്ല നമ്മുടെ സാധാരണക്കാരും ഒരുപോലെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. എന്നാ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടി നമ്മുടെ MP-നെ അന്വേഷിച്ചപ്പോ മൂപ്പരെയാണെങ്കിൽ ആ വഴി പോലും ഒന്ന് കാണാൻ പോലും കിട്ടണില്ല. മീഡിയയോട് അദ്ദേഹം പെരുമാറുന്നതിനെ കുറിച്ചായിരുന്നു നിങ്ങൾക്ക് പരാതി. ഇപ്പൊ മീഡിയയുടെ മുമ്പിൽ അദ്ദേഹം വരുന്നില്ല എന്നുള്ളതാണ് പരാതി. അയ്യോ, ഞങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല, തൃശ്ശൂരുകാർ അത്രയും ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ജയിപ്പിച്ചു വിട്ടതല്ലേ. പോരാത്തിന് വരുന്ന ആരോപണങ്ങളൊന്നും അത്ര ചെറുതല്ലോ. അപ്പൊ പിന്നെ ഇപ്പോഴെങ്കിലും ആ തിരുവാ തുറക്കണതാണല്ലോ അതിന്റെ ഒരു ഇത്. അദ്ദേഹത്തിന് തൃശ്ശൂരിൽ മാത്രം വന്നാൽ പോരല്ലോ, തൃശ്ശൂരിലെ എന്ത് ആവശ്യത്തിനും അദ്ദേഹത്തിന് വിളിക്കുന്നുണ്ടല്ലോ ആളുകൾ, അദ്ദേഹം ഇടപെടുന്നുണ്ടല്ലോ. അതുകൊണ്ടാവില്ലേ തൃശ്ശൂർ MP-നെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിലേക്ക് പരാതി പോയത്. സഭാ നേതൃത്വം ആ പ്രശ്നമുണ്ടായപ്പോ ആദ്യം സുരേഷ് ഗോപിയാണല്ലോ വിളിച്ചത്, അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടല്ലോ. ഇത് സഭയ്ക്ക് അറിയോ? അല്ല, തൃശ്ശൂർ മെത്രാപോലീത്തയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇടയ്ക്ക് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ വന്ന കന്യാസ്ത്രീകളുടെ വിഷയം, വോട്ടർ പട്ടിക ക്രമക്കേട്, ഒന്നിനും മൂപ്പർക്ക് ഒന്നും പറയാനും ഇല്ല. തൃശ്ശൂർക്ക് വരാനൊട്ട് താല്പര്യവും ഇല്ല. മൂപ്പരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച തൃശ്ശൂരുകാരൊക്കെ കാരായി. സുരേഷ് ഗോപിജി ഒന്നും വേണ്ടിയില്ല എന്ന് പറയരുതട്ടാ. ഞാൻ കേന്ദ്രത്തിലുണ്ട്, അവിടെ പുലന്തശമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടാ. അതെ, ചർച്ച എപ്പോഴെങ്കിലും തീരാതിരിക്കില്ലല്ലോ. അപ്പൊ ചർച്ചയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി വോട്ടർ പട്ടികയിൽ ഉപയോഗിച്ച ആ ഒരു സ്ട്രാറ്റജി എന്തുട്ടാന്ന് ഉമ്മക്കും കൂടി ഒന്ന് പറഞ്ഞു കേട്ടാ. നമ്മളൊന്നും അറിയട്ടെ എന്ന്. മകനെ മടങ്ങി വരൂ.